the first in the world to experience the horrific power of an atomic bomb. This event resulted in the immediate deaths of tens of thousands of people and countless others suffered long-term health effects from radiation. Hiroshima Day is not just about remembering the past. It is also about learning from it. It's a day to reflect on the importance of peace, to understand the dangers of nuclear weapons, and to work towards a world free from the threat of such devastating conflict. Let us honor the memory of those who perished in Hiroshima by striving for a future where diplomacy and understanding prevail, and where the horrors of nuclear war are never repeated. We pray for the strength to overcome hatred with love, injustice with justice, and violence with inviolence, and the unity of all people. Stand back. Yes to peace. We need peace, no war. Moments related to Hiroshima Day by Giacomo Neho. ചുരചിന്തും പോർനിലങ്ങളോർമ്മയെ നടുക്കവേ സോദരാ നമുക്കു വേണ്ട യുദ്ധമെന്ന ക്രൂരത ആരിലൊന്നു മനുജ ജഡരമാർത്തരായി നീറവേ ആയുധങ്ങൾ കുന്നുകൂട്ടും ഭരണകൂട കുടിലത തീക്കണികൾ തീമഴകൾ എത്രയെത്ര കണ്ടു നാം ആർത്തലയ്ക്കു മലമുറകൾ എത്രയെത്ര കേട്ടു നാം ആയിരങ്ങൾ ആശയറ്റു വീണിടും രണാങ്കണം ആരുമേ ജയിച്ചിടാത്ത നരകമാണു കൂട്ടരേ പൂർനിലങ്ങളൊരുക്കുമ്പോൾ ഒന്നു നിങ്ങളോർക്കണേ എന്നുമെന്നും ഇരയാവാൻ ഞങ്ങളില്ല നിശ്ചയം വിശ്വശാന്തി പുലരുവാൻ കരളുരുകി കേറിടുന്നു ലോകനാഥ കേൾക്കണേ ലോകനാഥ കേൾക്കണേ. ഓഗസ്റ്റ് 6 ജപ്പാൻ ജനത മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസം. മനുഷ്യന്റെ ഏറ്റവും വിനാശകരമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായ അണുബോംബ് ഹിരോഷിമയുടെ നെഞ്ചു പിളർന്ന ദിവസം. മനുഷ്യന്റെ യുദ്ധക്കൊതിയുടെ പ്രതീകമായ ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇന്നും ലോകമനസാക്ഷിയെ വേണ്ടിയാടുന്നു. ഇനിയൊരു യുദ്ധം വേണ്ട എന്നും അത് താങ്ങാനുള്ള ശേഷി ഇന്നത്തെ ഭൂമിക്കില്ലാതെന്നുള്ള തിരിച്ചറിവ് ലോക നേതാക്കൾക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിരോഷിമയിലെ ആക്രമണത്തിൽ രക്തസാക്ഷിയാക്കേണ്ടി വന്ന ജാപ്പാനീസ് പെൺകുട്ടിയാണ് സഡോകോ സസാക്കി. കാലം കണ്ണീര് കൊണ്ട് താഴുന്ന ഒരു ഓർമ്മയാണ്. 2ാം വയസ്സിൽ അണുപ്രസാരമേറ്റ് അവൾക്ക് രക്താർബുദം ബാധിച്ചു. 1000 സഡോകോ കൊക്കുകളെ നിർമ്മിച്ച് അനുഗ്രഹിക്കപ്പെടും എന്നാണ് ജാപ്പാനീസ് വിശ്വാസം. അതുപ്രകാരം ആശുപത്രി കിടക്കയിൽ കിടന്ന അവൾ കൊക്കുകളെ നിർമ്മിച്ചു തുടങ്ങി. എന്നാൽ 544 കൊക്കുകളായപ്പോഴും അവൾ മരണത്തിനു കീഴടങ്ങി. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന 1000 എന്ന എണ്ണം പൂർത്തീകരിക്കുകയും ആ കൊക്കുകളെ അവളോടൊപ്പം ദഹിപ്പിക്കുകയും ചെയ്തു. ഹിരോഷിമ എന്ന ദുരന്ത ഭൂമിയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എത്തുന്ന കടലാസ കൊക്കുകൾക്ക് പുറമെ സസാക്കിയുടെ നിലവിളിയുണ്ട്, വേദനയുണ്ട്. അതിനോടൊപ്പം സമാധാനത്തിനു വേണ്ടിയുള്ള അവളുടെ പുഞ്ചിരിയുണ്ട്. ഹിരോഷിമയിലെ ആണവ ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സഡോകോ കൊക്കുകൾ ഉണ്ടാക്കുകയും ഇനിയൊരു യുദ്ധം ഉണ്ടാകാതെ ഇരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറെപ്പെടുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു.